ഹലോ ഗൈസ്, നമുക്കിന്ന് ഈ ഒരു ഡ്രോയിങ് ചെയ്യാം കേട്ടോ. ഇത് നല്ല ഡ്രോയിങ് ആണ്. നമുക്ക് ദൂരത്തൊക്കെ നന്നായിട്ട് വയ്ക്കാൻ പറ്റിയത്, ഒരു ഫ്രെയിം ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു ഡ്രോയിങ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ സ്കെച്ചോ മാർക്കറോ വെച്ച് ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കയ്യിൽ പേന വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇങ്ങനെ വര പോലെ വരച്ചു കൊടുക്കണം. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇതിൻ്റെ രസമൊന്നും ഇപ്പോഴല്ല കേട്ടോ ഗൈസ് വരുന്നത്. ദൂരത്ത് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് എത്തോളം ഭംഗിയുണ്ടെന്ന് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് ഈ വാട്ടർ കളറോ ബ്രഷ് പെന്നോ ഉപയോഗിച്ച് ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. ഇങ്ങനെ പെയിൻ്റ് അടിച്ച് കൊടുക്കാം കേട്ടോ. ബ്രഷ് പെന്നില്ലെങ്കിൽ വാട്ടർ കളർ എടുക്കുക. വാട്ടർ കളറിൽ ഒന്നെങ്കിൽ ബ്രഷ് പെൻ അല്ലെങ്കിൽ വാട്ടർ കളറിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. ഞാൻ അതൊരു 20 മിനിറ്റ് കൊണ്ടാട്ടോ ചെയ്ത് കഴിഞ്ഞത് ഗൈസ്. നമുക്ക് അത്ര പാടായിട്ട് ഇല്ല. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഭയങ്കര പാടായിരിക്കും, പക്ഷെ ഭയങ്കര എളുപ്പമാട്ടോ ഗൈസ്. അത്ര പാടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡ്രോയിങ് ആട്ടോ. അപ്പോൾ ഞാൻ ഈ കളറടിച്ച് കൊടുത്ത പോലെ ഇങ്ങനെ കളറടിക്കണേ. നമുക്ക് നല്ല വാളിലൊക്കെ ഒട്ടിച്ച് വെച്ച് പറ്റിയൊരു ഡ്രോയിങ് ആണിത്. അപ്പം ഞാൻ ഇതിന് തണ്ടിന് കളർ കൊടുത്തപ്പോൾ ഫസ്റ്റ് പച്ചയായിട്ട് ഒടിച്ചത്, പക്ഷെ പച്ച എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ബ്ലാക്ക് അടിച്ചു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു ഗൈസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ടാറ്റ. ഇത് കണ്ടോ ഇതിൻ്റെ രസം? ബൈ.